ദേവാമൃതം. ദേവാമൃതത്തിൽ ഇനി ജ്യോതിഷ പങ്ക്തി. ദേവാമൃതം. ഇന്ന് 1192 ആണ്ട് മകരമാസം 14-ാം തീയതി, അതായത് 2017 ജനുവരി മാസം 27-ാം തീയതി. ഇന്ന് വെള്ളിയാഴ്ചയാണ്. നക്ഷത്രം 37 നാഴിക ഉത്രാടവും ബാക്കി തിരുവോണവുമാണ്. അപ്പോൾ അതുപോലെ ജ്യോതിഷ പങ്ക്തിയിൽ നമ്മളോടൊപ്പം ഉള്ളത് നമുക്കൊക്കെ ഏറെ പ്രിയങ്കരനായ, നമുക്കൊക്കെ ജ്യോതിഷപരമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകുകയും ഒട്ടനവധി പേർക്ക് പ്രശ്നപരിഹാരങ്ങൾ നിർദ്ദേശിച്ചു കൊടുക്കുകയും ചെയ്യുന്ന നമ്മുടെ ഗുരുസ്ഥാനീയനായ പ്രിയപ്പെട്ട സർ ഡോക്ടർ കുടമാളൂർ ശർമാജിയാണ്. അദ്ദേഹത്തെ വളരെ പ്രിയത്തോടെ നമുക്ക് ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം ശർമാജി. നമസ്കാരം. ഇന്നത്തെ കത്തിലേക്ക് പോകാം. പ്രിയപ്പെട്ട ശർമാജി, ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ നിന്നും പ്രാവച്ചമ്പലം ദേശത്തു നിന്നുമാണ് കത്തെഴുതുന്നത്. എൻ്റെ പേര് സുഭാഷ് എന്നാണ്. എനിക്ക് ഭാര്യയും ഒരു മകനുമുണ്ട്. ഇപ്പോൾ ഞാൻ താമസിക്കുന്നത് വാടക വീട്ടിലാണ്. എനിക്കൊരു വീട് വയ്ക്കണമെന്ന ആഗ്രഹമുണ്ട്. അത് ഉടൻ സാധിക്കുമോ? ജനനം മറ്റ് ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. ഇതിന് മറുപടി ശർമാജി നൽകണമെന്ന് അപേക്ഷിക്കുന്നു. ഒപ്പം എൻ്റെ ഭാവി കൂടി പറഞ്ഞു തരണമെന്ന് അപേക്ഷിക്കുന്നു. ഏഴരാണ്ടൻ ശനിയുടെ അസ്തമനകാലം 2017 ജനുവരി മാസം 28-ാം തീയതിയോടുകൂടി ഏഴരാണ്ടൻ ശനിയുടെ അവസാന കാലഘട്ടം തുടങ്ങുകയാണ്. പിന്നീട് മഴ പെയ്ത് കഴിഞ്ഞ് മരം പെയ്യുന്നു എന്ന് പറഞ്ഞ മാതിരി ഒരു 4-5 മാസം കൂടി ശരാശരി ചില കഷ്ടതകൾ ഉണ്ടാകും. എങ്കിലും അതിപ്രധാനങ്ങളായ ദോഷങ്ങൾ തീർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലചക്രമായിട്ട് കണക്കാക്കുന്നു. അതിൻ്റെ കൂടെ കുംഭലഗ്നമാണ്. 2016 ആഗസ്റ്റ് മാസം മുതൽ 2017 ആഗസ്റ്റ് മാസം വരെ തൊഴിൽപരവും ആരോഗ്യപരവുമായിട്ടുള്ള ക്ലേശാനുഭവങ്ങൾ ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടങ്ങളാണ്. അത് താമസ സ്ഥലങ്ങൾ മാറി മാറി വന്നുകൊണ്ടിരിക്കുകയും തൊഴിൽ മേഖലകൾ മാറി മാറി വന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന കാലമാണ്. ശാരീരികവും സാമ്പത്തികവും പരമായിട്ടും ദാമ്പത്യപരമായിട്ടും ക്ലേശാനുഭവങ്ങളും കുടുംബത്തിൽ നിന്നും ബന്ധുഗ്രഹങ്ങളിൽ നിന്നും ഒറ്റതിരിഞ്ഞ് നിൽക്കുന്നതായ ഒരു നിപ്പും എവിടെയും കുറ്റവും പഴിയും കേൾക്കേണ്ടതായ രംഗങ്ങളും തൊഴിൽപരമായ ബുദ്ധിമുട്ടുകളും ഒക്കെ കിട്ടേണ്ട ഒരു സമയങ്ങളാണ്. എങ്കിലും 2017 ജനുവരി മാസം 28 കൂടി ഒരു 80% കാഠിന്യങ്ങളുമാകുന്നതും വരുന്ന ആഗസ്റ്റ് മാസത്തോടു കൂടി പരിപൂർണമായി ഇതിൽ നിന്നൊരു മോചനം ഉണ്ടാകുകയും ശുക്രൻ കലാക്ഷേത്രമാകുന്ന തുലാൻ രാശിയിൽ നിൽക്കുന്നത് കൊണ്ട് കലാപരമായിട്ടുള്ള കഴിവും ശബ്ദം, വൈദ്യുതി മുതലായവയായിട്ട് ബന്ധപ്പെട്ട വകുപ്പുകൾ, ഗവൺമെൻറ് ജോലിയോ അല്ലെങ്കിൽ ദൃശ്യ മാധ്യമ മേഖലകളിൽ തൊഴിൽ അഭിവർത്തിപ്പെട്ട് ഭാവിയിൽ സിനിമകൾ പോലെയുള്ള രംഗങ്ങളിലേക്ക് പ്രവേശിക്കുവാനും അതുപോലെ തന്നെ പ്രകാശമാനങ്ങളെ കൊണ്ടും ശബ്ദശാസ്ത്രങ്ങളെ കൊണ്ടും എന്തെങ്കിലും തരത്തിലുള്ള വിദ്യകൾ പുതിയതായിട്ട് നൂതനങ്ങളായത് കണ്ടുപിടിച്ച് ജീവിതോപാധികൾ, സമ്പദ് സമൃദ്ധികൾ, ഗൃഹം, വസ്തു, വാഹനം മുതലായവ സമ്പാദിക്കുവാനും ഭാവിയിൽ പ്രസിദ്ധരാവാനുമുള്ള യോഗങ്ങളും ഇപ്പോൾ പിണങ്ങി അല്ലെങ്കിൽ നിസ്സഹായരായിട്ട് നിൽക്കുന്ന ബന്ധു സ്വന്തം ജനങ്ങൾ വീണ്ടും ക്ഷണിക്കപ്പെടുവാനും എല്ലാവരുടെയും കൂടെ അന്തസ്സോടും അഭിമാനത്തോടും ഐശ്വര്യത്തോടും കൂടി മുന്നോട്ട് പോകുവാനുള്ള യോഗങ്ങളും തെളിഞ്ഞു വരുന്നുണ്ട് സുഭാഷന്. ഇപ്പോഴത്തെ ദോഷസമയത്തിന് നീലാഞ്ജന സമാനാഭം രവിപുത്രം യമാഗ്രജം ഛായാ മാർത്താണ്ഡ സംഭൂതം തം നമാമി ശനീശ്വരം ഇത്യാദി ശനിസ്തോത്രങ്ങളെ കൊണ്ട് ശാസ്താവിന് പുഷ്പാർച്ചനകൾ നടത്തുകയും നെയ്വിളക്ക് കത്തിക്കുകയും ശബരിമല ദർശനം നടത്തുകയും ചെയ്യുക. ദോഷകാഠിന്യം മാറും. ഇത് കുറച്ച് 32-33 വയസ്സ് മുതൽ ഏറ്റവും അധികം ശോഭിക്കാവുന്ന കാലമാണ്. ദൃശ്യ ശ്രവണ മാധ്യമങ്ങളിലൂടെ ശ്രദ്ധേയമാകുവാനും ശബ്ദശാസ്ത്രങ്ങളും വൈദ്യുതി ശാസ്ത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വരുമാന മാർഗങ്ങൾ ഉണ്ടാകുവാനും അതിൽ ശ്രദ്ധേയനാകുവാനും ഭാവിയിൽ 45 മുതൽ ആചാര്യനാകുവാനും ആയർക്കവൻ സ്വാമിയായിരിക്കാനും ഉള്ള യോഗങ്ങളും ഗ്രഹം, വസ്തു, വാഹനം മുതലായവ പണി കഴിപ്പിക്കുവാനും അധീനത്തെ വരുവാനും ഒക്കെ ഉള്ള ഭാഗ്യങ്ങളും ഭാവിയിൽ ഉണ്ടാകുവാനുള്ള യോഗങ്ങളുമുണ്ട്. ഈ പറഞ്ഞ പ്രതിവിധികൾ ചെയ്യുക. വരുന്ന മാസം 28 മുതൽ 80%, വരുന്ന 2017 ആഗസ്റ്റ് മുതൽ പൂർണ്ണമായിട്ടും 37 മുതൽ അതീവ ഭാഗ്യവാനാവാനും യോഗമുണ്ട്. ജ്യോതിഷ പങ്ക്തിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. ജ്യോതിഷപരമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ ഡോക്ടർ കുടമാളൂർ ശർമാജിയിൽ നിന്ന് അറിയുവാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പ്രശ്നപരിഹാരങ്ങൾ സ്വായത്തമാക്കാവുന്നതാണ്.
നമുക്കൊരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം വാസ്തുശാസ്ത്രവുമായി. ദേവാമൃതം